ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ. ഒരു ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് പറയണത്. വെറുതെ പോയ ട്രിപ്പല്ല, ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അതെന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതേപോലെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് നമ്മൾ ട്രിപ്പ് പോകുന്നതിൻ്റെ തലേ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. തലേ ദിവസം രാത്രിയാണ് നമുക്ക് കുറച്ച് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും പിന്നെ വേറൊരു ആവശ്യത്തിനും കൂടെ ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഫറോക്കിലേക്ക് തന്നെയാണ് പോണത്. ഇവിടെ ആപ്പിൾ ടവറിൽ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഇസ്വ വുമൺ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അത് എൻ്റെ കസിൻ്റെതാണ്. അപ്പോൾ അവിടുന്ന് എനിക്ക് ഒരു സൽവാർ നോക്കണമെന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ അടുത്തുള്ളതെല്ലാം നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നതായോണ്ടേ ഓരോ വീഡിയോയിലും ഓരോന്നാകുമ്പോൾ രസമല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. അനീസ്ക്കും നോവും വേറെ സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓരങ്ങനെ പോയിട്ടുണ്ട്. അപ്പം ഇവിടെ ഞാൻ മുന്നേയും ഇവിടുത്തെ കളക്ഷൻസൊക്കെ വീഡിയോ ചെയ്തേനെ കേട്ടോ. ഇവിടെ ഇപ്പം ഓണം കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കയറിയ പാടെ തന്നെ അതാണ് നോക്കിയിട്ടുണ്ടായത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു വൈറ്റിൽ ഇങ്ങനെ ഫ്ലോറൽ ഡിസൈൻസും പല പല പാറ്റേണിലായിട്ട് വരുന്നതുണ്ട് കേട്ടോ. ഒക്കെ ഒരു കോട്ട് സെറ്റ് ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. എനിക്ക് നല്ല ഇഷ്ടമായി. ഇങ്ങനെ ഇപ്പം കോളേജിൽ പരിപാടികൾക്കും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പാണ്. എന്നാൽ നമുക്ക് പിന്നെയും യൂസ് ചെയ്യാം. സാധാരണ ഈ ഓണത്തിൻ്റെ ഡ്രസ്സുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സീസണിൽ മാത്രമല്ലേ ഇടുള്ളൂ, പിന്നെ നമുക്ക് ഇടാൻ മടിയാവും. പക്ഷേ ഇതങ്ങനെയല്ല, നമുക്ക് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാറ്റേണും പ്രിൻസൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം അതിൽ ഒരു 1-2 ഇങ്ങനെ എടുത്തിട്ട് നോക്കിയതാണ്. ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ സിമ്പിൾ ടൈപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് കുറച്ചും കൂടെ ഒരു വർക്കെല്ലാം വന്നിട്ടുള്ള ടൈപ്പാണ്. പിന്നെ അതിനിങ്ങനെ ഒരു കെട്ടുന്ന സംഭവം, ഒരു ടൈയും കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക്. ഇതിൻ്റെ പാൻറ്റ് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ നല്ല അടിപൊളി ക്ലോത്താണ്. എനിക്ക് കണ്ടിട്ട് തോന്നിയത് എന്താ വെച്ചാൽ ഇങ്ങനെ ഈ ചുരുങ്ങാത്ത ടൈപ്പ് ക്ലോത്ത് ഉണ്ടല്ലോ, അതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതാണ് എൻ്റെ മെയിൻ ഏരിയ, കോട്ടൺ സൽവാസ്. ഞാൻ അധികം ഇടുന്നതും കോട്ടൺ ആണ് കേട്ടോ. എനിക്ക് കംഫർട്ടബിളും അതാണ്, പിന്നെ ഇട്ടിട്ട് രസം തോന്നുന്നതും അതുതന്നെയാണ് കേട്ടോ. അപ്പോൾ അധികം ഞാൻ ഈ കോട്ടണിലാണ് തിരയലുള്ളത്. ഇവിടെ വന്നാൽ ഞാൻ നേരെ ഈ ഒരു സെക്ഷനിലേക്കാണ് പോവുക. അപ്പോൾ അതിൽ പുതിയ പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാ സൈസസും നമുക്കിവിടെ കിട്ടാനുണ്ട് കേട്ടോ. M മുതൽ XXL, XXL ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഇങ്ങനെ എന്താ പറയുക, ഒന്നിന്ന് വ്യത്യാസമായിട്ടുള്ള ഡിസൈൻസും പാറ്റേൺസൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക. ചില ഷോപ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എല്ലാം ഒരേ ടൈപ്പായിട്ട് തോന്നുമല്ലോ. ഇവിടെ അങ്ങനെയല്ല, ഒക്കെ വേറെ വേറെ ടൈപ്പാണ്. പിന്നെ ഇതെല്ലാം എൻ്റെ കസിൻ തന്നെ പോയിട്ട് സെലക്ട് ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഏജുള്ള ആൾക്കാർ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ കുറേയൊക്കെ നമുക്ക് ഇഷ്ടമാവുന്ന പീസസ് ആവുമല്ലോ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് കോട്ടണിലൊക്കെ തിരഞ്ഞു. പിന്നെ ഇനി ഇത് ഒരു പാർട്ടി വെയർ ടൈപ്പിൽ വരുന്ന സൽവാസൊക്കെയാണ് കേട്ടോ. ഈ ഒരു സെക്ഷനിൽ അധികം പാർട്ടി വെയർസാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലും പുതിയ കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞാനിങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് നോക്കുന്നുണ്ട്. എനിക്ക് ഈ യെല്ലോ കളർ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ യെല്ലോയിലുള്ളത് തന്നെ കുറേ ഇങ്ങനെ എടുക്കുന്നത്. പിന്നെ ഇത് രണ്ടും കളർ ചേഞ്ചസ് പോലെ തോന്നിയിട്ടു എനിക്ക്. പിന്നെ ഈ ഒരു യെല്ലോ ഉണ്ടല്ലോ, ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് കല്യാണങ്ങളൊക്കെ വരുന്നുണ്ട്, ഫ്രണ്ട്സിൻ്റെതായിട്ടും ഫാമിലിയിലും ഒക്കെ ഒരുപാട് കല്യാണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി വെച്ചതാണ്. ഇൻഷാ അല്ലാ ഇതിൽ കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവർക്ക് ഓൺലൈനായിട്ട് ഇവർ ഡെലിവറി ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഓരോന്ന് ഇട്ട് നോക്കുന്നുണ്ട്. പിന്നെ അധികം എന്താ പറയുക, ഇപ്പോൾ ഇറങ്ങുന്നതൊക്കെ ഇങ്ങനെ സീ ത്രൂ ആയിട്ടുള്ള ഷോൾസ് ആണല്ലോ. ഇവിടെ കുറേ എണ്ണം സീ ത്രൂ അല്ലാത്തതാണ് കേട്ടോ ഉള്ളത്. അതായത് നമുക്ക് തലയിലിട്ട് കഴിഞ്ഞാലും മുടി കാണാത്ത തരത്തിലുള്ളത്. പിന്നെ അങ്ങനെ മുടി കാണാതെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഐഡിയ ഞാൻ നമ്മുടെ ഷോർട്സിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഏത് ഷോളും നമുക്ക് അതേപോലെ സ്റ്റൈൽ ചെയ്തെടുക്കാൻ പറ്റും. നല്ല വൃത്തിക്ക് തന്നെ നിൽക്കുകയും ചെയ്യും. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഷോർട്സ് ഒന്ന് പോയി കാണണേ. പിന്നെ ഇത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പുറത്തിങ്ങനെ ഭയങ്കര ഭംഗിയുള്ളൊരു പീസ് കണ്ടത് കേട്ടോ. ഇതിൽ കണ്ടില്ലേ, ഈ ഹാങ്ങിങ്സൊക്കെ നല്ല രസമുണ്ട്. നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികൾ സൽക്കാരത്തിനൊക്കെ പോകുമല്ലോ, ആ ടൈപ്പിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. നല്ല വർക്കുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ്ഡ് വൺസിൻ്റെ കല്യാണം അങ്ങനത്തെ സമയത്തൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് തിളങ്ങണമെന്ന് തോന്നുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പീസസാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തുള്ളത്. പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട്. ഫുൾ ത്രെഡ് വർക്ക്
വർക്കും സ്റ്റോണാണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രൈസ് നോക്കിയ സമയത്ത് എല്ലാം ഒരു 4000 താഴെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഇതെല്ലാം ഇവിടുത്തെ മോഡസ്റ്റ് വെയർസ് ആണ്. നമുക്ക് ഫുൾ സ്ലീവിൽ വരുന്ന മോഡസ്റ്റ് വെയർസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം ഇമ്പോർട്ടഡ് ആണ് കേട്ടോ, പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. അപ്പം അത്രയും ക്വാളിറ്റി ഉള്ളതാണ്. ഞാൻ അധിക സ്ഥലത്ത് നോക്കുമ്പോഴും നമുക്ക് ഈ മുക്കാൽ സ്ലീവൊക്കെ ഈ എന്താ പറയുക മോഡസ്റ്റ് വെയർസിൽ കിട്ടലുള്ളൂ. പക്ഷേ ഇവിടെ ഫുൾ സ്ലീവ് ആയിട്ടുള്ളതും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽക്ക് മാച്ച് ആയിട്ടുള്ള ഹിജാബ്സും അതേപോലെ ജീൻസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ കളക്ഷൻസ് കാണണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, ഇസ്വ വുമൺ എന്ന് പറഞ്ഞിട്ട്, അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കലുണ്ട്. പിന്നെ അതാ ഇപ്പോഴത്തെ ഈ ട്രെൻഡായിട്ടുള്ള ഇങ്ങനത്തെ ഷർട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഓവർ സൈസ്ഡ് ആയിട്ട് വരുന്നത്, അങ്ങനത്തതും ഈ കൊറിയൻ ഫാഷനൊക്കെ പോലത്തെ ആ ടൈപ്പുള്ളതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഒരു ലെങ്കിട ടൈപ്പ് ഡ്രസ്സേനു, നല്ല രസമുണ്ടേനി. പിന്നെ ഞാൻ എല്ലാം ഇങ്ങനെ വെറുതെ നോക്കിക്കൊണ്ട് നിന്നിട്ട് അവസാനം എനിക്ക് സെലക്ട് ചെയ്യാനുള്ളത് മറന്നു കേട്ടോ. അങ്ങനെ ഇനി കോട്ടൺ തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതെനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ഞാൻ നോക്കിയതാണ്. പിന്നെ ഇവിടെ കോട്ടൺ വെയർസിൻ്റെ ഒക്കെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 700 റുപ്പീസ് മുതലാണ് കേട്ടോ. അതേപോലെ പാർട്ടി വെയർസ് 1350 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇനി ഈ മാസം ഇവർ ഒരുപാട് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇറക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതായത് പുറത്തുനിന്ന് വരുന്ന നല്ല ഇമ്പോർട്ട് ക്വാളിറ്റിയിലുള്ള വെസ്റ്റേൺ വെയറുകൾ. ഇപ്പം അധിക പേർക്കും വെസ്റ്റേൺ ആണല്ലോ താല്പര്യം ഉണ്ടാവുക. അപ്പം ആ ടൈപ്പിലുള്ളത് ഒരുപാട് ഇറക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതിലാവുമ്പോൾ നമുക്ക് അപ്ഡേറ്റ്സ് കിട്ടും. മാത്രമല്ല ഇഷ്ടമായി കഴിഞ്ഞാൽ ഓർഡർ ചെയ്യാനും പറ്റും. പിന്നെ ഈ ഒരു സൽവാർ ഉണ്ടല്ലോ, ഇത് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ച സമയത്ത് കുറേ പേര് ചോദിച്ചിരുന്നു എവിടെ നിന്നാണെന്ന്. അപ്പോൾ അത് വേറൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്, പക്ഷേ ഇവിടെ അത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജ് വഴി ഓർഡർ ചെയ്യുക. പേജിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ശരിക്കും ഉമ്മക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതേനു. അങ്ങനെ ഉമ്മൻ്റെതാണ് കേട്ടോ ഞാൻ ആ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായത്. പിന്നെ അതാ ഞാൻ ഈ ഒരു പേർപ്പിൾ കളർ ഉണ്ടല്ലോ, അതെനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം അത് ഒന്ന് ഫിറ്റ് ചെയ്തൊക്കെ നോക്കി. പിന്നെ ഞാൻ വീണ്ടും ഈ മോഡസ്റ്റ് വെയർസിൻ്റെ അടുത്തേക്ക് തന്നെ വന്ന് ഞാൻ വിചാരിച്ചു ട്രാവൽ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ സുഖം നമുക്ക് ഇങ്ങനെ ഫ്ലോയി ആയിട്ടുള്ള അധികം ടൈറ്റ് ഇല്ലാത്ത ഡ്രസ്സ് ഇടുന്നതല്ലേ. അപ്പം അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഞാനൊരു സൽവാർ എടുത്തിട്ടോ. അങ്ങനെ ഇതാ ഇറങ്ങിയിട്ടുണ്ട്. അനീസ്കിന് ഓരോ പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കേനി കേട്ടോ. അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1:45 കേട്ടോ ഞങ്ങളുടെ ട്രെയിൻ ഉണ്ടായിനിയത്. ഞാൻ പാക്കിംഗ് എല്ലാം 2 ദിവസം മുന്നേ തുടങ്ങിയിട്ടുണ്ടായിനി. നോയിനായിട്ട് പോകുന്നതുകൊണ്ടേ നമ്മൾ എന്തെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ഇടങ്ങേറാവും. അപ്പം ഞാൻ ഫുള്ളിങ്ങനെ എഴുതി വെച്ചിട്ടായിരുന്നു പാക്ക് ചെയ്തിട്ടുണ്ടായത്. പിന്നെ ട്രെയിനിൽ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടോയ്സൊക്കെ ഓർഡർ ചെയ്തേനി കേട്ടോ. പക്ഷെ അതൊന്നും എത്തിയിട്ടില്ലേനി. അങ്ങനെ ഞങ്ങൾ ഇവൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ള കുറച്ച് ടോയ്സ് എടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ ബോക്സിലുള്ളത് ഇവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോയ്സാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം എടുത്തേന്. പിന്നെ ഞങ്ങൾ 2 ട്രോളി ബാഗും ഒരു ബാക്ക് പാക്കും പിന്നെ എൻ്റെ ഹാൻഡ് ബാഗുമാണ് കൊണ്ടുപോകുന്നത്. മോനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ട്രോളിയിൽ ആക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കയ്യിലുള്ളതിൽ ഫുഡ് മാത്രമാണ് വെച്ചിട്ടുണ്ടായത്. നമുക്ക് ഉച്ചക്കുള്ള ഫുഡും എല്ലാം പാക്ക് ചെയ്തെടുത്തണം കേട്ടോ. നോ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഓന് നമ്മൾ ഗേറ്റ് അടവിലൊക്കെ ട്രെയിന് പോകുന്നത് കാണല്ലോ, അപ്പോൾ തന്നെ ഇങ്ങനെ ടാറ്റ കൊടുക്കലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഇഷ്ടമാണ് ട്രെയിന് പോകുമ്പം നോക്കി നിൽക്കാനൊക്കെ. അങ്ങനെ ഞാൻ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത അന്ന് മുതലേ ഇങ്ങനെ പറയാൻ തുടങ്ങിയോ നമുക്ക് ട്രെയിന് പോകണം കേട്ടോ അത്. അപ്പോൾ ആൾ നല്ല എക്സൈറ്റഡ് ആണ്. പിന്നെ ഞങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. മെയിനായിട്ട് നമുക്കിങ്ങനെ ഈ എന്താ പറയുക കഴിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ചിപ്സും പിന്നെ ജ്യൂസസ്, ഇവൻക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ചോക്ലേറ്റ്സ്, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായത്. പിന്നെ വെറ്റ് വൈപ്പ് അങ്ങനത്തെ കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ട്രാക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ട്രെയിന് കറക്റ്റ് ടൈമിലാണ് കേട്ടോ വരുന്നത്. നമ്മൾ ഏകദേശം ഒരു 30 മിനിറ്റ് മുന്നേ തന്നെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടേനി. അനീസ്കൻ്റെ ബ്രദറാണ് കേട്ടോ ഡ്രോപ്പ് ചെയ്യണത്. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ കൂടെ പോകാമെന്നല്ലാതെ ഞാൻ ട്രെയിൻ കയറിയിട്ട് ഓൾമോസ്റ്റ് ഒരു 4-5 വർഷമായിട്ടുണ്ട്. ലാസ്റ്റായിട്ട് കയറിയത് നമ്മൾ കോളേജ് ടൂർ ഉണ്ടായിരുന്നു, പഞ്ചാബ്, ഡൽഹി, മണാലി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ടേനി. ഇൻഡോർമേൽ അന്നാണ് ഞാൻ ലാസ്റ്റായിട്ട് ട്രെയിനിൽ പോയത്. അപ്പോൾ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു, കാരണം കുറേ കാലത്തിന് ശേഷം ട്രെയിനിൽ പോകാമെന്നുള്ളത്. ട്രെയിനിൽ പോകാനൊക്കെ എനിക്കിഷ്ടമാണ്, പക്ഷേ ഇതിലെ ബാത്റൂം ആലോചിക്കുമ്പോണ്ടല്ലോ ഭയങ്കര ഇടങ്ങേറാണ്, പോവന്നെ വേണ്ടാന്ന് തോന്നിപ്പോവും. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കിയപ്പം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അതുകൊണ്ട് അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റിൽ പോയി വരിക എന്നുള്ളത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ട്രെയിന് ഓപ്റ്റ് ചെയ്തത്. മാത്രമല്ല നോയിന് ഒരു പുതിയ എക്സ്പീരിയൻസ് ആവുകയും ചെയ്യുമല്ലോ ട്രെയിനിലാവുമ്പോൾ. അങ്ങനെയാണ് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തത്.
പിന്നെ ഇതിൽ ബുക്ക് ചെയ്തപ്പോഴുള്ള വേറൊരു കഥ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഫസ്റ്റ് ക്ലാസ് കൂപ്പേ പോകാമെന്നാണ് മനസ്സിൽ വിചാരിച്ചിരുന്നത്. അങ്ങനെ കൂപ്പേ ബുക്ക് ചെയ്ത സമയത്ത് വെയിറ്റിംഗ് ലിസ്റ്റ് 1ഉം 2ഉം ആയിരുന്നു ഞാനും അനീസ്കയും വന്നിട്ടുണ്ടായത്. നോയിന് പിന്നെ ടിക്കറ്റ് ഇല്ല കേട്ടോ. ട്രെയിനിൽ നമ്മൾ 5 വയസ്സ് കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുത്താൽ മതി. അപ്പോൾ അനീസ്ക എന്നോട് പറഞ്ഞു 1 and 2 ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൺഫേം ആവുമെന്നൊക്കെ. പക്ഷേ തലേന്ന് വരെ ഇത് കൺഫേം ആയിട്ടില്ല ഇനി കേട്ടോ. അങ്ങനെ ഉപ്പക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന, അനീസ്കാൻ്റെ ഉപ്പക്ക്. അപ്പോൾ നമ്മൾ ഒരു വഴി ടിക്കറ്റ് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നു. പക്ഷേ അതും പോസിബിൾ ആയില്ല. കാരണം ഞങ്ങൾ പോയിട്ടുണ്ടായത് മൺഡേ ആണ്. അങ്ങനെ സൺഡേ ആണ് ഞങ്ങൾ ഓരെ കോൺടാക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു പറഞ്ഞ് സൺഡേ ഓഫീസ് ലീവ് ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെ സൺഡേ അനീസ്ക കുറേ ഓടി നടന്ന് കുറച്ച് പൊളിറ്റിക്കൽ റെക്കമെൻഡേഷൻസും അതേപോലെ എമർജൻസി കോട്ടയിൽ കൺഫേം ആക്കാനുള്ളതും ഒക്കെ നോക്കിയിട്ടോ. അവസാനം നമുക്ക് ടിക്കറ്റ് കൺഫേം ആയിട്ട് കിട്ടി. തലേന്ന് രാത്രി 1 മണിക്കായിരുന്നു ചാർട്ട് പ്രിപ്പയർ ആയത്. അപ്പോൾ അത് കൺഫേം ആണെന്ന് കണ്ടേരാണ് ഞങ്ങൾ കിടന്നിട്ടുണ്ടായത്. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുവന്നിരുന്നു. അങ്ങനെ അത് കഴിച്ച് നല്ല ടേസ്റ്റ് ഉള്ളതേനി കേട്ടോ. പക്ഷേ നോ കഴിച്ചിട്ടുണ്ടായില്ല. ഓനക്ക് എരിയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഓൻ കഴിച്ചില്ലേനു. അങ്ങനെ പിന്നെ ഞാൻ ഓനക്ക് പഴം കുറേ എടുത്തിട്ടുണ്ടേനി, റോബസ്റ്റ് പഴം. അങ്ങനെ അത് കൊടുത്തു. പിന്നെ രണ്ടാളും നല്ല കിടന്നുറങ്ങാൻ തുടങ്ങി. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അനീസ്ക്ക് കാല് വേദനയായപ്പം ജെല്ലെടുക്കാൻ വേണ്ടിയിട്ട് ബാഗ് തുറക്കാൻ നോക്കിയതാണ്. പക്ഷേ ലോക്ക് ഓപ്പൺ ആവണില്ലേനി. കാരണം അനീസ്ക്ക് ഇതിൻ്റെ പാസ്വേഡ് മറന്നു പോവുകയെ റോങ് ആയിട്ട് സെറ്റ് ചെയ്യുക എന്തോ ചെയ്തിട്ടുണ്ടേനി കേട്ടോ. ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി എല്ലാ വഴിയും നോക്കി. അവസാനം യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് എല്ലാം കണ്ടു നോക്കി. എന്നിട്ട് അതുപോലെ ചെയ്യാൻ നോക്കിട്ടോ. പക്ഷെ അതൊന്നും വർക്കായില്ല. അങ്ങനെ ഞങ്ങൾ അവസാനം എന്ത് വിചാരിച്ചു, 000 മുതൽ 000 മുതൽ പിന്നെ അങ്ങോട്ട് ഇങ്ങനെ 1 2 3 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടിച്ച് നോക്കാമെന്ന്. കാരണം ഈ പെട്ടി ഓപ്പൺ ആയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അനീസ്കക്ക് ഒന്നും നടക്കില്ല. ഡ്രസ്സും എല്ലാം ഇതിൻ്റെ അകത്താണ്, ചാർജറും ഒക്കെ ഇതിൻ്റെ അകത്താണ്. പിന്നെ പെട്ടി പൊളിക്കുക എന്ന് പറഞ്ഞാൽ ആ സാധനങ്ങളൊന്നും പിന്നെ എൻ്റെ പെട്ടിയിലേക്ക് വെച്ചാൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയൂല. അത്രയും സാധനമാണ്. ഞങ്ങൾ 2 പെട്ടി ഇങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായത്. അങ്ങനെ ഒരു 200 വരെ എത്തിച്ചിട്ട് പിന്നെ ഞങ്ങൾ 800 മുതൽ അങ്ങോട്ടേക്ക് നോക്കിയിട്ടോ. അവസാനം 927 അങ്ങനെ എന്തോ ഒരു ലോക്കാണ് അനീസ്ക സെറ്റ് ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ എന്തായാലും പെട്ടി ഓപ്പൺ ആയിട്ട് കിട്ടി. ഈ ഒരു ജെല്ലെടുക്കാൻ വേണ്ടിയിട്ടേനു. അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സംഭവം അറിയുള്ളൂ. എന്തായാലും നോ ഉറങ്ങുന്ന സമയമുണ്ട് ഞങ്ങൾക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ പിന്നെ ഓനിടയിൽ കയറുമ്പോൾ ഒന്നും നടക്കില്ല. പിന്നെ അനീസ്കക്ക് ഈയിടെയായിട്ട് ഇങ്ങനെ മസിൽ പെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ജെല്ലെല്ലാം തേച്ച് കൊടുത്തിട്ട് പിന്നെ ഓര് രണ്ടാളും നല്ലോണം ഉറങ്ങി. അപ്പം ഞാൻ എൻ്റെ എഡിറ്റിംഗ് വർക്കിനായിട്ട് ഇരുന്നിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ, അതായത് നോ ഉറങ്ങുന്ന സമയത്ത് മാത്രമേ എഡിറ്റിങ്ങും വോയിസ് ഓവർ കൊടുക്കലും ഒക്കെ നടക്കുള്ളൂ. കാരണം ഓനക്കിപ്പം ഓനെ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കണം, അങ്ങനത്തെ ഒരു ടൈമാണ്. അപ്പം ഞാൻ മാക്സിമം അതിന് തന്നെയാണ് നോക്കുന്നതും. അതുകൊണ്ടാണ് നമുക്കിപ്പം മന്ത്ലി ഒരു വീഡിയോ എന്നുള്ള നിലക്ക് ആയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാൻ വീക്ക്ലി ഒരു വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പം ഞങ്ങളൊരു ചായ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ചായ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്താ പറയുക, വെള്ളത്തിൽ പഞ്ചസാരയും എന്തെല്ലോ ഇട്ട് തന്നിക്കുന്നത്. എന്നാലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഇതെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. പിന്നെ ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് വിചാരിച്ചിരുന്നത് നമുക്ക് ഫുഡും ഇതിൽ ഇൻക്ലൂഡഡ് ആണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഫുഡൊന്നും ഇല്ലേനു ഇതിൽ, വെള്ളം ഒന്നും ഇല്ലേനു. അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ നോ എണീറ്റ്, അപ്പോൾ എനിക്ക് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ആപ്പിളാണ് കേട്ടോ ചോദിക്കുക. അപ്പോൾ ഞാൻ ആപ്പിളും കത്തി എല്ലാം എടുത്തിട്ടുണ്ടേനി. അങ്ങനെ ആപ്പിൾ കഴിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചപ്പാത്തി കൊടുക്കാൻ നോക്കി, പക്ഷേ അത് നടന്നില്ല കേട്ടോ. പിന്നെ പഴവും ആപ്പിളും, അങ്ങനെ ഫ്രൂട്ട്സ് മാത്രമാണ് ഇപ്പം ഇവനക്ക് മെയിൻ ഇഷ്ടം. പിന്നെ ഓനൊന്ന് മേലെല്ലാം ഒന്ന് തുടച്ച് കൊടുത്ത് ഡ്രസ്സെല്ലാം മാറ്റിയതിന് ശേഷം ഞാൻ പിന്നെ കഞ്ഞി കൊടുക്കുകയാണ് കേട്ടോ ഇവനക്ക്. കഞ്ഞി ഞാൻ ഇങ്ങനെ ഫ്ലാസ്കിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫ്ലാസ്കിൽ 2 കുപ്പിയിലേക്കുള്ള കഞ്ഞി ഉണ്ടാവും. അവനക്ക് ആ ബോട്ടിലാണ് ഞാൻ എപ്പോഴും കഞ്ഞി കൊടുക്കലുള്ളത്. ഇതാവുമ്പോൾ സുഖമാണ്, പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ എവിടെയും ആവില്ല, നമുക്ക് നല്ല ഈസി ആയിട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ ഒരു സ്പൂണും ഉപ്പും ഞാൻ കയ്യിൽ വെക്കലുണ്ട്. അങ്ങനെ അതും കൂടെ ഇട്ട് മിക്സ് ആക്കിയാണ്. പിന്നെ ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞാണ്, ഇവനക്ക് ഈ കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്പൂണ് ഞാൻ പപ്പടക്കോല് വെച്ചിട്ട് ഓട്ടാക്കിയതാണ് കേട്ടോ. അതുകൊണ്ട് വലിയ അരിയാണെന്നുണ്ടെങ്കിലും പുറത്തേക്ക് വരും. പിന്നെ ഒരു വിധത്തിൽ അവനെ സോപ്പിട്ട് ഫുഡൊക്കെ കഴിപ്പിച്ച് ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതാ നമ്മൾ ട്രെയിനിലെ യൂഷ്വൽ ഫുഡ്, ദാലും റൈസും പിന്നെ പനീറിൻ്റെ ആ ഒരു കറിയും അങ്ങനെല്ലാം കൂടെ ആയിട്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ട്രെയിനിൽ നമ്മൾ ഇത് കഴിക്കുന്നതാണ് നല്ലതെന്ന്. ഈ ബിരിയാണി എല്ലാം വാങ്ങിക്കുന്നതിനേക്കാളും അതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നോയിനെ എൻ്റർടൈൻ ചെയ്യുന്ന പണിയാണ്. ഞങ്ങൾ കുറേ ബലൂൺസും ടോയ്സൊക്കെ കൊണ്ടുവന്നീനു. അങ്ങനെ അത് ഓരോന്നോരോന്നായിട്ട് പുറത്തെടുത്തിട്ട് ഓനെ മാക്സിമം ഹാപ്പി ആയിട്ട് വെക്കുന്നുണ്ട്.
നോയിനായിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ തന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിനി. കാരണം ഇവനായിട്ട് നമ്മൾ റോഡ് ട്രിപ്പെല്ലാം പോയിക്കുന്നത്, പക്ഷേ ഇങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാതെ ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെ അടച്ചിട്ടിരിക്കണമല്ലോ. അത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഇവൻ ഇരിക്കുമോ എന്നുള്ളത്. പിന്നെ ഇങ്ങനെ ഒരു കൂപ്പ ആയതുകൊണ്ട് നല്ല സുഖേനി കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പം ടിക്കറ്റിന് കുറച്ച് പൈസ കൂടിയാലും പ്രശ്നമില്ല. ഇതുപോലെ കൂപ്പയൊക്കെ എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പ്രൈവസി ഉണ്ടാവും, മാത്രമല്ല ഒരു സെക്യൂർ ഫീലിങ്ങുമാണ്. ഞങ്ങൾ ടൂറ് പോയ സമയത്ത് ഞങ്ങളെ കൂടെയുള്ള ഒരു 1-2 പേരുടെ കയ്യിൽ നിന്ന് സാധനങ്ങളും ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ കള്ളന്മാർ വന്നിട്ട് കൊണ്ടുപോയതേനു. ഒരാളുടെ ബാഗ് തന്നെ മുഴുവനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ആളുടെ ID കാർഡും ഫോണും ഒക്കെ ഉള്ള ബാഗ് തന്നെ പോയിട്ടുണ്ടേനി കേട്ടോ. അപ്പം എനിക്ക് ഈ ട്രെയിൻ എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ ആലോചിക്കുക, നമ്മളെ ബിലോങ്ങിങ്സ് ഒക്കെ എടുത്ത് വെക്കാനൊക്കെ ഭയങ്കര റിസ്ക് ആവില്ലേ. പ്രത്യേകിച്ച് ഇങ്ങനെ കുറേ പെട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇടങ്ങേറായിട്ടുള്ള കാര്യമല്ലേ. കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതൽ ഇടങ്ങേറാണത്. അപ്പോൾ ഈ ഒരു കൂപ്പയായതുകൊണ്ട് ഉള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ആ ഡോറുണ്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. അത്രയും സുഖമായിട്ട് നമ്മൾ റൂമിലെല്ലാം കിടന്നുറങ്ങുന്ന പോലെ നല്ല സുഖമായിട്ട് ഉറങ്ങാം. അങ്ങനെ രാത്രി ബെഡെല്ലാം വിരിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്നിട്ടുണ്ട്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് പറയാം കേട്ടോ. ബൈ.